ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ചില സംഭവങ്ങൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 2:4. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ കൂടി വന്നവർക്ക് എല്ലാം തന്നെ ശിഷ്യന്മാർ ആത്മാവിൽ ഉച്ചരിച്ച ഭാഷ മനസ്സിലായി. 2-ാം അധ്യായം 5-12 വരെ. 2, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ശിഷ്യന്മാരെ ചോദ്യം ചെയ്യുമ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുന്നതായി പ്രവൃത്തി 4-5 വാക്യങ്ങളിൽ വായിക്കുന്നു. ഇവിടെ അന്യഭാഷയെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. 3, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിനുണ്ടായ ദർശനത്തെ തുടർന്ന് അനനിയാസ് ശൗലിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശൗൽ പരിശുദ്ധാത്മപൂർണ്ണൻ ആകുകയും സ്നാനമേൽക്കുകയും ചെയ്തു. ശൗൽ പൗലോസായി രൂപാന്തരപ്പെട്ടു. 9-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ആത്മാവിൽ തന്നെ പൗലോസ് പിന്നീട് മഹാശക്തിയോടെ ദൈവവചനം പ്രസംഗിച്ചു. 4, ലൂക്കോസ് 1-ാം അധ്യായത്തിൽ എലിസബത്തിൻ്റെ ഗർഭത്തിൽ ഉള്ള പിള്ള, അതായത് യോഹന്നാൻ സ്നാപകൻ, ആത്മാവിൽ തുള്ളി എന്ന് വായിക്കുന്നു. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. ലൂക്കോസ് 1:15-41 വാക്യങ്ങൾ. ഈ 4 ഭാഗങ്ങളിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ മാത്രമാണ് അന്യഭാഷ സംസാരിച്ചതായി പറയുന്നത്. മാത്രമല്ല, അന്ന് അവിടെ കൂടി വന്നവർക്കെല്ലാം ശിഷ്യന്മാർ പറഞ്ഞത് മനസ്സിലാകുകയും ചെയ്തു. ഈ ഭാഗങ്ങളിൽ നമ്മെ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവർ ധൈര്യത്തോടെ ദൈവവചനം സംസാരിച്ചു. ഇവിടെ നമുക്ക് 2 ചിന്തകൾ നൽകുന്നുണ്ട്. ഒന്ന്, അന്യഭാഷ ലോകത്തിൽ തന്നെയുള്ളൊരു ഭാഷയാണ്. അത് മനസ്സിലാകുന്ന ഭാഷയാണ്. 1 കൊരിന്ത്യർ 14:8-10 വരെയും 27-28 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് അന്യഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അവിടെ ഭാഷ വ്യാഖ്യാനിക്കുന്ന ഒരുവൻ എഴുന്നേൽക്കും. വ്യാഖ്യാനമില്ല എങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കണം എന്ന്. 2, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന എല്ലാവരും അന്യഭാഷ സംസാരിക്കില്ല. എന്നാൽ ആത്മാവിൽ നിറയപ്പെടുന്ന എല്ലാവർക്കും ദൈവവചനം ധൈര്യത്തോടെ സംസാരിപ്പാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 8-10 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഒരുത്തിന് ജ്ഞാനത്തിൻ്റെ വരം, മറ്റൊരുത്തിന് പരിജ്ഞാനത്തിൻ്റെ വരം, വേറൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് രോഗശാന്തി വരം, മറ്റൊരുവന് പ്രവചനം, വേറൊരുവന് വിവിധതരം ഭാഷകൾ, വേറൊരുവന് ഭാഷയുടെ വ്യാഖ്യാനം. 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ഓരോരുത്തർക്കും വരങ്ങൾ വിഭജിച്ച് നൽകുന്നത്. അതായത് വരങ്ങൾ നൽകുന്നത് ദൈവത്തിൻ്റെ പരമ അധികാരത്തിൽപ്പെട്ടതാണ്. ഏതു വരം ആർക്ക് നൽകണം എന്നത് കർത്താവിൻ്റെ തീരുമാനമാണ്. അതായത് ഇവിടെ മനുഷ്യൻ്റെ ഇച്ഛയല്ല, കർത്താവിൻ്റെ ഇച്ഛയാണ് നടക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പൗലോസ് ഈ ചിന്ത നൽകുന്നത്. അതായത് കൊരിന്ത് സഭ അന്യഭാഷയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. അന്യഭാഷ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നതിൻ്റെ അടയാളമായി അവർ കരുതി. അതുകൊണ്ട് അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷ ലഭിക്കാത്തവരെക്കാൾ ഞങ്ങളാണ് വലിയവർ എന്ന് അഭിമാനിച്ചു. ഇത് സഭയിൽ പിണക്കത്തിന് കാരണമായി. ഈ സാഹചര്യത്തിൽ ശരീരത്തിൻ്റെ അവയവങ്ങളെ സാദൃശ്യമാക്കി
ആത്മവരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങൾ. ശരീരത്തിൽ അവയവങ്ങൾ പലതാണ്. അവയവങ്ങൾ ഓരോന്നും അതതിൻ്റെ ജോലി ചെയ്യുമ്പോഴാണ് ശരീരം ശരിയായി പ്രവർത്തിക്കുന്നത്. ഇതേ വിധത്തിൽ പരിശുദ്ധാത്മ വരങ്ങൾ വിവിധങ്ങളാണ്. വിവിധ വരങ്ങൾ ലഭിച്ചവർ അവരുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ പ്രവർത്തിക്കുമ്പോൾ ആണ് സഭ നിലനിൽക്കുന്നത്. വരങ്ങൾ പൊതു പ്രയോജനത്തിനായിട്ടാണ് നൽകിയിരിക്കുന്നതും. അതിനാൽ വരങ്ങൾ എല്ലാവരുടെയും പ്രയോജനത്തിനായി നാം ഉപയോഗിക്കണം. പൗലോസ് പറയുന്നത് സഭയിൽ അന്യഭാഷ സംസാരിക്കുന്നത് 2 or 3 പേർ ആയിരിക്കണം. അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ അത് വ്യാഖ്യാനിച്ച് സഭയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. വ്യാഖ്യാനിയില്ല എങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കണം. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യണം. 1 കൊരിന്ത്യർ 14:26 മുതൽ 31 വരെ. 1 യോഹന്നാൻ 4:1 പറയുന്നത് കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം എന്ന്. നാം എല്ലാവരും ആത്മാവിൽ നിറയപ്പെടണം എന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവാത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ദൈവാത്മാവാകുന്ന അഗ്നിയാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. ദൈവാത്മാവാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. കർത്താവേ, ആത്മാവിൽ നിറഞ്ഞ് വചനം ധൈര്യത്തോടെ സംസാരിപ്പാനുള്ള കൃപ എന്നിൽ ചൊരിയണമേ. ആമേൻ. നിൻ കൃപയാൽ നീക്കിയല്ലോ വൻ പാപ